അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഈ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിലേക്ക് രണ്ടാമത്തെ പാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് ഇട്ടതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബോർഡിൽ ഞാൻ വൈകാതെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കുറേ പേര് എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ സ്ക്രീനായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് വോളിയം ആൻഡ് പ്രഷറാണ്. ലുക്ക് അറ്റ് ഫിഗർ എ ആൻഡ് ബി. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ഒരു പോർഷൻസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലുക്ക് അറ്റ് ഫിഗർ എ ആൻഡ് ബി. ഫിഗർ എയിൽ എന്ന് പറയുന്നത് വലിയൊരു ബോട്ടിലാണല്ലേ. ഫിഗർ ബി എന്ന് പറയുന്നത് ചെറിയൊരു കണ്ടെയ്നറുമാണ്. A definite mass of a gas is kept in a closed cylinder is shown in figure A. ഫിഗർ എയിൽ എന്താണ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ആയിട്ട് ഒരു പ്രത്യേക എമൗണ്ട്, അതായത് ഇപ്പോൾ 5 കിലോ ആണ് അല്ലെ 5 ലിറ്റർ ഗ്യാസ് ആണെങ്കിൽ 5 ലിറ്റർ ഗ്യാസ് നമ്മളൊരു ഡെഫിനിറ്റ് എമൗണ്ട് ആണ്, ഒരു പ്രത്യേക എമൗണ്ട് നമുക്കറിയുന്നത്ര എമൗണ്ട് ഉള്ള ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിലിണ്ടർ എ എന്ന് പറയുന്നതിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിൽ അടച്ചു വെച്ചിരിക്കും. Suppose the gas is transferred to the other cylinder without changing the temperature as shown in figure B. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വലിയ എ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും അത്രയും ഒരു ഗ്യാസ് എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്മൾ ചെറിയൊരു ബി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാവുമ്പോൾ അവിടെ അവിടെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആ ഒരു പേജിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ എപ്പോഴാണ് കൂടുന്നത്, മോളിക്യൂൾസിൻ്റെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഈ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് അടച്ചു വെച്ചിരിക്കുമ്പം അവ തമ്മിൽ വല്ലാതെ അത് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വല്ലാതെ മൂവ്മെൻ്റ് ഉള്ള ഒരു പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ മൂവ്മെൻ്റ് ഉള്ള മോളിക്യൂൾസ് ഈ വലിയൊരു സ്പേസിൽ മൂവ് ചെയ്തതിനേക്കാളിലും കൂടുതൽ ഈ ഒരു ചെറിയ സ്പേസിലേക്ക് ചെറിയ കണ്ടെയ്നറിലേക്ക് അടച്ചു വെക്കുമ്പോൾ ഇവയ്ക്ക് മൂവ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ദീർഘമായിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ പല ഇതിലും പോയിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടി വരും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, സപ്പോസ് ദ ഗ്യാസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അതർ സിലിണ്ടർ വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ ആസ് ഷോൺ ഇൻ ഫിഗർ ബി, ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ വെൻ ദ വോളിയം ഈസ് ഡിക്രീസ്ഡ്. വോളിയം കുറയ്ക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നർ വലിയൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഗ്യാസ് മോളിക്യൂൾസിനെ മാറ്റുമ്പോൾ അവിടെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വോളിയം കുറയുമ്പോൾ അതിൻ്റെ പ്രഷറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾക്ക് അറിയാം ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഏത് കണ്ടെയ്നർ ആണെങ്കിലും അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ അളവിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ നമ്പറിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേ അവ തമ്മിലുള്ള സ്പേസിലാണ് ചേഞ്ച് വരുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ആൻസർ എന്താണ്, ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ വെൻ ദ വോളിയം ഈസ് ഡിക്രീസ്ഡ്. വോളിയം നോക്കൂ, നമ്മൾ രണ്ടാമത്തെ ഇതിലേക്ക് മാറ്റിയപ്പോൾ വോളിയം അവിടെ കുറഞ്ഞതാണ്. അങ്ങനെ വോളിയം കുറയുമ്പോൾ അവിടെ പ്രഷറിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പ്രഷർ ഇവിടെ ഇൻക്രീസ് ചെയ്യൂ അല്ലേ. ഇവിടെ ഈ വലിയ കണ്ടെയ്നറിലായിരിക്കുമ്പോൾ ഈ വാളിലൊക്കെ പോയിട്ട് ഇരിക്കുന്ന ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഒരു തിങ്ങി ഞെരുങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും വാളിൽ പോയിട്ട് കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാകുമ്പോൾ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ട് ഇങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അവിടെ പ്രഷർ കൂടുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ വോളിയം കുറയും തോറും ഗ്യാസിൻ്റെ പ്രഷർ കൂടി വരികയാണ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് us do another experiment. Pull the piston of a 10 milli syringe backward. Press the piston by keeping its nozzle closed. What change can you observe in the volume of the gas inside the syringe എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറിഞ്ചിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ ഗ്യാസിൻ്റെ അളവിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പുൾ ദ പിസ്റ്റൺ ഓഫ് 10 മില്ലി സിറിഞ്ച് ബാക്ക്വേർഡ്. 10 മില്ലി സിറിഞ്ചിൻ്റെ 10 മില്ലി ഉൾക്കൊള്ളാൻ കഴിവുള്ള സിറിഞ്ചിൻ്റെ പിസ്റ്റൺ നമ്മൾ ബാക്കിലേക്ക് പുറകോട്ട് തള്ളുകയാണ്. അങ്ങനെയാകുമ്പോൾ പ്രസ് ദ പിസ്റ്റൺ ബൈ കീപ്പിംഗ് ഇറ്റ്സ് നോസിൽ ക്ലോസ്ഡ്. അതിൻ്റെ നോസിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മളോട് എന്താണ് പിസ്റ്റണ് നമ്മളോട് വലിക്കാനാണ് പറയുന്നത് അല്ലേ. വാട്ട് ചേഞ്ച് ക്യാൻ യു ഒബ്സർവ് ഇൻ ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻസൈഡ് ദ സിറിഞ്ച്? സിറിഞ്ചിൻ്റെ ഇൻസൈഡിലുള്ള ഗ്യാസിൻ്റെ മോളിക്യൂൾസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. വോളിയം ഈസ് ഫോം ടു ബി ഡിക്രീസ്ഡ്. എന്നപ്പോൾ അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം എന്താണ്, ഈ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ നമ്മൾ അമർത്തും തോറും അവിടെ വോളിയം കുറഞ്ഞു വരും. അപ്പോൾ അവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു സ്പേസ് കുറഞ്ഞു വരും അല്ലേ. അങ്ങനെ സ്പേസ് കുറഞ്ഞു വരുമ്പോൾ അവിടെ എന്താവും, പ്രഷർ കൂടി വരും. വാട്ട് അബൌട്ട് ഡിക്രീസിങ് ദ പ്രഷർ? പ്രഷർ കുറയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം പ്രഷർ കുറയും തോറും എന്താണ്, വോളിയം ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വോളിയം കുറയും തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ. വോളിയം കുറയാന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിന് ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ആ സ്ഥലം കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവിടെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും അതിലുള്ള ഗ്യാസ് മോളിക്യൂൾസൊക്കെ വാളിലൊക്കെ പോയിട്ട് ഇടിച്ചുകൊണ്ടേ ഇരിക്കും, അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അവിടെ പ്രഷർ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ വോളിയം പ്രഷറും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടണമെങ്കിൽ വോളിയം കുറയണം. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. മനസ്സിലായല്ലോ. വാട്ട് റിലേഷൻ ഡു യു അറൈവ് അറ്റ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദ ഗ്യാസ്? ഗ്യാസിൻ്റെയും വോളിയത്തിൻ്റെയും പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും എന്താണ് റിലേഷൻ എന്താണ് നിങ്ങൾ എത്തിച്ചേരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ആസ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്, വെൻ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് വോളിയം ഈസ് ഇൻക്രീസ്ഡ്. മനസ്സിലായല്ലോ. ഓപ്പോസിറ്റ് റിലേഷനാണ് കേട്ടോ ഉള്ളത്. പ്രഷർ കൂടുന്തോറും വോളിയം കുറയും, വോളിയം കുറയും തോറും എന്താണ്, പ്രഷർ കൂടി വരും, വോളിയം കൂടുന്തോറും പ്രഷർ കുറഞ്ഞു വരും. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട്, ഇറ്റ് ഈസ് റോബർട്ട് ബോയിൽ, ദ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആൻഡ് കെമിസ്റ്റ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഗ്യാസ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ്. നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്, അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ആ ഒരു ടൈമിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലം സെക്ഷനിൽ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. It is Robert Boyle, the British physicist and chemist, who established the relationship between volume and pressure of a gas through experiment. അതായത് ഇദ്ദേഹം എന്താണ് ചെയ്തത്, ഗ്യാസിൻ്റെ വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തിയതാണ് ഇദ്ദേഹം. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പെരിമെൻ്റ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് inversely proportion to its pressure. If P is the pressure and V is the volume, then P into V is a constant. ഇതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എങ്ങനെയാണ്, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്തായിരിക്കും, അവിടെയുള്ള മൂവ്മെൻറ്റ് കൂടും, അങ്ങനെയാകുമ്പോൾ പ്രഷർ കൂടുകയും ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലും വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ്, അപ്പം എന്താണ്, ഒരു ഡെഫിനിറ്റ് മാസുള്ള ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പ്രഷർ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ ഒന്ന് കൂടുതലും ഒന്ന് കുറയുകയും ചെയ്യുന്നതിനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അത് ഉറപ്പായിട്ടും പറയണം, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, മറന്നു പോകരുത്. At a constant temperature, volume of a definite mass of gas is inversely proportional to its pressure. മനസ്സിലായല്ലോ. If P is the pressure and V is its volume, then P into V എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾക്കറിയാം. എങ്ങനെയാണ് നമ്മൾക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണമെങ്കിൽ, V is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1 എന്താണ്, പ്രഷർ എന്നായിരിക്കും വരിക. അപ്പോൾ വീനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പി വി ഈക്വൽ ടു എന്ത് വരും, 1 വരും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് എന്ന് വരും. അതാണ് എന്ത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ.
ഇത് ഞാൻ ബോർഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരും കേട്ടോ. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പ്രഷർ. മനസ്സിലായല്ലോ. ഇഫ് പി ഈസ് ദി പ്രഷർ ആൻഡ് വി ഈസ് ദി വോളിയം ദെൻ പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷനെ മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കുമ്പോൾ പി ഇൻറ്റു വി ഈക്വൽ ടു എനി കോൺസ്റ്റൻ്റ് എന്നാണ് വരിക. എനി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ വണ്ണും കോൺസ്റ്റൻറ്റും തുല്യമാണല്ലോ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ എന്താ പഠിച്ചത്? വോളിയം ആൻഡ് പ്രഷർ തമ്മിലുള്ള ബന്ധമാണ് പഠിച്ചിരിക്കുന്നത്. നമ്മളൊരു വലിയൊരു ഫിക്സഡ് എമൗണ്ട് ഉള്ള ഒരു ഗ്യാസിനെ നമ്മളൊരു സിലിണ്ടർ എയിൽ നിന്നും ചെറിയ ഒരു വോളിയം കുറഞ്ഞിട്ടുള്ള സിലിണ്ടർ ബിയിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഓർത്ത് നോക്കുക കേട്ടോ. പിന്നെ ബോയിൽസ് ലോ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കിയ ശേഷം 2-3 തവണ പറഞ്ഞു നോക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് എഴുതിയും നോക്കണം. അങ്ങനെയാണ് എക്സാംസിനൊക്കെ നമ്മൾ പഠിക്കുക. അല്ലാതെ കാണാതെ ബൈഹാർട്ട് പഠിക്കരുത് കേട്ടോ. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പ്രഷർ. ഇഫ് പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം ദെൻ പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ആൻസർ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഫിഗർ 2.3 ദ സൈസ് ഓഫ് ദി എയർ ബബിൾ റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വേറിയം ഇൻക്രീസസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കി അറിയാം, താഴെ നിന്ന് ചെറിയ ചെറിയ കുമിളകളായിട്ടായിരിക്കും ഓക്സിജൻ കുമിളകൾ വരിക. മേലേക്ക് എത്തുമ്പോൾ അത് വലിയ കുമിളകളായി മാറും. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആൻസർ എന്താണ്? As the bubbles move upward, the pressure on them decreases. This causes increase in volume. So as the bubbles move upward, their size increases. നമുക്കറിയാം പ്രഷറും വോളിയം തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്. പ്രഷർ കുറയും തോറും വോളിയം കൂടും, പ്രഷർ കൂടും തോറും വോളിയം കുറയും. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇത്രയും എമൗണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഇതിലാണെങ്കിൽ ഈ വെള്ളം നോക്കൂ, ഇത്രയും എമൗണ്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന തോറും ഈ മുകളിൽ നിന്നുള്ള പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ? ഇത്രയും കനത്തിൽ പ്രഷർ നിൽക്കുകയാണ് താഴേക്ക്. അതുകൊണ്ടാണ് അവിടെ പ്രഷർ താഴെ ഭാഗത്ത് കൂടുതലായതുകൊണ്ടാണ് അവിടെ ഈ ഒരു എയർ ബബിൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ഒരു ചെറിയ കുഞ്ഞുമായിട്ട് നിൽക്കുന്നത്. പക്ഷെ മേലേക്ക് പോകും തോറും ഈ ഒരു കുമിളേൻ്റെ മേലെ വരുന്ന പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയല്ലേ? അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കുമിളകളുടെ വോളിയം എന്ന് പറയുന്നത്, എയർ ബബിൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് കൂടി വരും. അതുകൊണ്ടാണ് അക്വേറിയത്തിൽ താഴെ ഭാഗത്ത് ചെറിയതായിട്ട് കുമിളകളും മേലെ എത്തുമ്പോൾ വലിയ കുമിളകളും കാണുന്നത്. താഴെ ചെറിയ കുമിള എന്ന് പറഞ്ഞാൽ വോളിയം കുറവാണ്. വോളിയം കുറയാൻ കാരണം അത്രയും മേലെ നിന്ന് താഴെ വരെയുള്ള എയറിൻ്റെ പ്രഷറും ഈ വെള്ളത്തിൻ്റെ പ്രഷറും എല്ലാം കൂടി താഴോട്ടുള്ളത് കൊണ്ട് പ്രഷർ കൂടുതലായതുകൊണ്ടാണ് അവിടെ എയർ ബബിൾസ് ചെറിയ വോളിയായിട്ട് കാണുന്നത്. മേലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ ഈ ഒരു എയർ ബബിൾസിൻ്റെ മുകളിൽ ഈ വെള്ളത്തിൻ്റെയും ഒക്കെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് മേലോട്ട് വരുന്നതിനനുസരിച്ച് എയർ ബബിൾസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കൂടി വരും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ വോളിയം ആൻഡ് ടെമ്പറേച്ചറാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നേരത്തെ എന്തായിരുന്നു? പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റൻറ്റ്. ഇനി ഇവിടെ വോളിയം ടെമ്പറേച്ചറും ഗ്യാസിൻ്റെ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us do an experiment. നമ്മൾക്ക് ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ ഡ്രൈ ബോട്ടിൽ, an injection bottle having a rubber stopper. Fix an empty refill through the rubber stopper. Fill a drop of ink in the lower end of the refill tube. Then close the bottle. Dip this arrangement in lukewarm water. വെള്ളം ചൂടുള്ള വെള്ളത്തിൽ പറഞ്ഞത്? ടേക്ക് എ ഡ്രൈ ബോട്ടിൽ, ആൻ ഇഞ്ചക്ഷൻ ബോട്ടിൽ. നമ്മളെടുത്തുള്ള ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുത്തിട്ട് ഹാവിങ് എ റബ്ബർ സ്റ്റോപ്പർ, അതിനൊരു റബ്ബർ സ്റ്റോപ്പർ വേണം. ഫിക്സ് ആൻ എംറ്റി റീഫിൽ, ഒരു എംറ്റി റീഫിൽ, നമ്മുടെ അടുത്ത് മഷിയില്ല, അപ്പോൾ മഷിയില്ലാത്തൊരു എംറ്റി റീഫിൽ എടുത്തിട്ട് റബ്ബർ സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടെ അത് ഫിക്സ് ചെയ്ത് വെക്കാം. ഫിൽ എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ടു ദ ലോവർ എൻഡ് ഓഫ് ദ റീഫിൽ ട്യൂബ്. റീഫിൽ ട്യൂബിൻ്റെ ഏറ്റവും ചുവടത്തെ ഭാഗത്ത് എന്ത് ചെയ്യുക? കുറച്ച് മഷി ഉറ്റിച്ച് വെക്കുക. ദെൻ ക്ലോസ് ദ ബോട്ടിൽ. അതിനുശേഷം ബോട്ടിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഡിപ്പ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ വാം വാട്ടർ. എന്നിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ താഴ്ത്തി വെച്ചു. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും?
വാട്ട് ഡു യു ഒബ്സർവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് കാണാം ഇങ്ക് പതുക്കെ മേലേക്ക് കയറി വരുന്ന കാണാം. ഇങ്ക് റൈസസ് ത്രൂ ദ ട്യൂബ്. ട്യൂബിൻ്റെ മേലെ കൂടെ ഇങ്ക് എന്ത് ചെയ്യും, മുകളിലേക്ക് വരാൻ തുടങ്ങും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസിങ് ഓഫ് ദി ഇങ്ക് അപ്വേർഡ്? നമ്മളിപ്പോൾ ഒരു മഷി ഇല്ലാത്ത സംഭവം ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, റീഫിൽ താഴ്ത്തി വെച്ചിട്ട് ഒരു മഷീൻ്റെ ഡ്രോപ്പ് ഉറ്റിച്ചിട്ട് അതിൽ തൊട്ട് വെച്ചാൽ എന്താണ്, മഷി അതിലെങ്കിലും താനേ കയറി വരില്ല. പക്ഷേ അതിനെ ഒരു ലൂക്ക് വാം വാട്ടറിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും, ടച്ച് ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യും, ആ അറേഞ്ച്മെൻറ്റിനെ ടച്ച് ചെയ്യിച്ചാൽ ഈ മഷി എന്ത് ചെയ്യും, മുകളിലേക്ക് ഇങ്ക് റൈസസ് ത്രൂ ദ ട്യൂബ്. നമ്മുടെ ഈ ട്യൂബിൽ കൂടെ എന്ത് ചെയ്യും, ഇങ്ക് റൈസ് ചെയ്യും. അതിനുള്ള റീസൺ എന്താ? വെൻ ദ ബോട്ടിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹോട്ട് വാട്ടർ, എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കം ഹോട്ട്. അല്ലേ, ഈ ഒരു ബോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൻ ദ ബോട്ടിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹോട്ട് വാട്ടറിലേക്ക് നമ്മൾ ബോട്ടിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കം ഹോട്ട്. അതായത് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള എയർ എന്ന് പറയുന്നത് ചൂട് കൂടി വരും. ദിസ് കോസസ് എക്സ്പാൻഷൻ ഓഫ് എയർ. എപ്പോഴും എയർ ചൂടായാൽ എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ എന്താണ്, പരക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ റീസൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് ദി ഇങ്ക് അപ്വേർഡ്? എങ്ങനെയാണ് ഇങ്ക് മുകളിലേക്ക് ഒരു ശക്തിയും കൂടാതെ തന്നെ ആ ഒരു റീഫില്ലിൽ നിറഞ്ഞു വരാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ദ ബോട്ടിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹോട്ട് വാട്ടർ, എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കം ഹോട്ട്. അതായത് നമ്മളൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ ബോട്ടിലിൻ്റെ ഇൻസൈഡിലുള്ള ഒരു ഹോട്ട് എയർ എന്ന് പറയുന്നത് ചൂടാവാൻ തുടങ്ങും. എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കം ഹോട്ട്. ദിസ് കോസസ് എക്സ്പാൻഷൻ ഓഫ് എയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ എന്ന് പറയുന്നത് ചൂടാവുമ്പോൾ ഒക്കെ എയർ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അതായത് പരക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതാണ് ദിസ് പുഷസ് ഇങ്ക് ഇൻ ദ ട്യൂബ്. അതാണ് ഈ ഇങ്കിനെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഇങ്ക് റൈസസ് ത്രൂ ദ ട്യൂബ്. അങ്ങനെയാണ് ഇങ്ക് ഈ ഒരു ട്യൂബ് കൂടെ റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസിങ് ഓഫ് ദി ഇങ്ക് അപ്വേർഡ് എന്ന് ചോദിച്ചാൽ, വെൻ ദ ബോട്ടിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹോട്ട് വാട്ടർ, എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കം ഹോട്ട്. ദിസ് കോസസ് എക്സ്പാൻഷൻ ഓഫ് എയർ. ദിസ് പുഷസ് ഇങ്ക് ഇൻ ദ ട്യൂബ്. സോ ഇങ്ക് റൈസസ് ത്രൂ ദ ട്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡിഡ് യു ഒബ്സർവ് ഓൺ കൂളിംഗ് ദ ബോട്ടിൽ ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഔട്ട്? വൈ? നമ്മളോട് ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇങ്ക് കംസ് ഡൗൺ. അങ്ങനെ ആകുമ്പോൾ ഇങ്ക് എന്ത് ചെയ്യും, താനെ അത് പുറത്തേക്ക് തന്നെ താഴ്ന്നു വരും. ബിക്കോസ് ആസ് എയർ ബിക്കം കൂൾ. എയർ എന്ത് ചെയ്തു, കൂളായപ്പോൾ ഇങ്ക് താനെ താഴേക്ക് തന്നെ ഒഴുകി വരാൻ തുടങ്ങും. ഇറ്റ്സ് വോളിയം ഡിക്രീസസ്. അങ്ങനെ അതിൻ്റെ വോളിയം ഡിക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ക് താനെ താഴേക്ക് ഇറങ്ങി വരും. വാട്ട് ക്യാൻ യു ഇൻഫർ അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്? ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വോളിയം ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഗ്യാസിൻ്റെ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് മനസ്സിലായത്. വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, വോളിയം ഓഫ് ഗ്യാസ് ഇൻക്രീസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യും. സിമിലർലി വെൻ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ്, ദ വോളിയം ഈസ് ഡിക്രീസ്ഡ്. ഇതേപോലെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരുന്നു. അതായത് പ്രഷർ കൂടുകയാണെങ്കിൽ വോളിയം കുറയും, പ്രഷർ കുറയുകയാണെങ്കിൽ വോളിയം കൂടും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഉള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, വോളിയം ഇൻക്രീസ് ചെയ്യാണ്. ടെമ്പറേച്ചർ ഡിക്രീസ് ആകുമ്പോൾ വോളിയം ഡിക്രീസ് ആവുകയാണ്. അതായത് ഇവിടെ എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ടെമ്പറേച്ചറും വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും വോളിയം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേതും കൂടും, ഒന്ന് കുറയുകയാണെങ്കിൽ മറ്റേതും കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ഒബ്സർവേഷൻ ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ആർ ഗിവൺ ബിലോ. പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെയുള്ള ചേഞ്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയം വി എന്ന് പറയുന്നത് 546 ml ആണ്. ടെമ്പറേച്ചർ ടി എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ 273 K എന്ന് തന്നിട്ടുണ്ട്. അപ്പം V/T എന്ന് പറഞ്ഞാൽ ഈസിയാണ് കാണാൻ. 546ന് എന്ത് ചെയ്യുക, 273 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും. ഇനി വോളിയം വി എന്ന് പറയുന്നത് 600 ml ആണെങ്കിൽ ടെമ്പറേച്ചർ 300 ആണെങ്കിൽ 600 ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുമ്പോൾ 2N ആണ് നമുക്ക് കിട്ടുന്നത്.
ഇനി 640 ml എന്ന് പറയുന്നത് 320 കെൽവിൻ ടെമ്പറേച്ചർ അതിനനുസരിച്ച് കൂട്ടി വരികയാണ് ഒരു പ്രൊപ്പോർഷണലായിട്ട്. അപ്പോഴും നമുക്ക് 2 ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ലാസ്റ്റ് 660 മില്ലി 330 K എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ചെയ്യുമ്പോൾ 2 ആൻസർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദി ടെമ്പറേച്ചർ സ്റ്റേറ്റഡ്? ഇവിടെ ചോദിക്കുകയാണ് നമ്മളോട് ഏത് യൂണിറ്റിലാണ് ടെമ്പറേച്ചർ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. കെൽവിൻ ആണ്, കെൽവിൻ കെ കേട്ടോ. വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്? വോളിയത്തിന് എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? It is French scientist Jacques Charles who proved the relationship between the volume and temperature of a gas. This is known as Charles law. ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. മറ്റേത് ബോയിൽസ് ലോ ആയിരുന്നു, ഇത് ചാൾസ് ലോ ആണ്. അപ്പോൾ അവിടെ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അവിടെ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് വി ഈസ് വോളിയം ആൻഡ് ടി ഈസ് ടെമ്പറേച്ചർ ദെൻ വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെയാണ്. അപ്പോൾ ബോയിൽസ് ലോയും ചാൾസ് ലോയും അടുത്തടുത്ത് എഴുതിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ദ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, അത് എപ്പോഴും മറന്നു പോയത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ടെമ്പറേച്ചറിൻ്റെ സ്റ്റേറ്റ് പറയാൻ മറന്നു പോയത് കെൽവിൻ സ്കെയിലാണ് കേട്ടോ. പിന്നെ ആ ഒരു ഇക്വേഷൻ ഇഫ് വി ഈസ് വോളിയം ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ ദെൻ വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വി ഈക്വൽ ടു ടി ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇഫ് ആൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ്. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാൽ ബലൂണൊക്കെ നന്നായിട്ട് ഊതി വലുതാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ? പൊട്ടും. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും അത് പൊട്ടും. കാരണം എന്താണ്? നിങ്ങൾ ഓർത്ത് നോക്കിയേ, അവിടെ എന്താണ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? അവിടെ കൂടിക്കൂടി വരിക. ടെമ്പറേച്ചർ കൂടിക്കൂടി വരുമ്പോൾ അതിൻ്റെ വോളിയം കൂടിക്കൂടി വരും അല്ലേ? ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ വോളിയം കൂടുകയാണ്. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ ആ ബലൂൺ വലുതായി വരികയാണ്. അപ്പോൾ വലുതായി വരുമ്പോൾ അത് അതിനൊരു മാക്സിമം ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ലേ? ആ ഒരു സ്ട്രെങ്ത്തും പേരിച്ചിട്ട് അത് പൊട്ടാൻ തുടങ്ങും. When the balloon placed in a sunlight, temperature increases. So volume of air inside the balloon increases. നമ്മുടെ ഈ ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം കൂടി വരും. അങ്ങനെയാണ് ഈ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുകയും ഫൈനലി ബേസ്റ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? When the balloon placed in sunlight, temperature increases. So volume of air inside the balloon increases. Thus balloon expand and finally burst. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ഒരു 2 പേജിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബോയിൽസ് ലോയും ചാൾസ് ലോയും. ആ 2 നിയമങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആ എല്ലാ എക്സ്പെരിമെൻറ്റും ഒന്നും കൂടെ വായിച്ചിട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ ഒന്നും കൂടെ മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു നിയമങ്ങളും മാറിപ്പോകാൻ, ലോസും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒരേ സ്ഥലത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് എഴുതി നോക്കി നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ ലൈവിൽ. നാളെ എന്താണ് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. സാറ്റർഡേ ആണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.